താങ്ക് യു ഗായ്സ് 1K അടിച്ചിരിക്കുന്നു. പിന്നെ നിങ്ങൾ ഇതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം. നമുക്ക് വേണമെങ്കിൽ ഒരു 2K കൂടി അടിക്കാം. പുതിയ ആൾക്കാരോടാണ് പറയുന്നത്. ഓക്കെ, വീഡിയോയിലേക്ക് എടുക്കാം. നമ്മളെ തുടക്കത്തിൽ 2 പേരാണ് കാണിക്കുന്നത്. അതിലൊരാൾ പറയുന്നതാണ് ഒരു ഓർക്ക്ലോഡിനെ ഒരു സ്ലൈം കൊന്നുപോലും. നീ കേട്ടില്ലേ, അതിന്റെ പേര് റിമ്രു പോലും. അത് നമുക്ക് ഡേഞ്ചർ അല്ലേ? മറ്റവൻ പറയുന്നതാണ് നീ പറയുന്നതൊക്കെ ശരി തന്നെ, പക്ഷേ എനിക്ക് എൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാണ്ട് അത് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അതൊരു സ്ലൈം അല്ലേ. നമുക്ക് ഡേഞ്ചർ ആണോ അല്ലയോ എന്ന് ഞാൻ നേരിട്ട് പോയി കണ്ട് മനസ്സിലാക്കും. ഇപ്പോൾ റിമ്രു പുറത്തേക്ക് ഇറങ്ങും 3 പേരെ കണ്ടില്ലേ? ആ 3 പേരെ ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് തന്നെ അറിയില്ല, കാരണം ഇത്രയും ടൈം കഴിഞ്ഞല്ലോ. ഓക്കെ, അടുത്തത് മിലീനെയാണ് കാണിക്കുന്നത്. മിലീന ഒരു ഫുഡ് ഐറ്റം കഴിച്ചിട്ട് പറയുന്നതാണ് ഇവിടെ ഉണ്ടാക്കുന്ന എന്ത് സാധനം ഇത്രയും നല്ല രസമുള്ള എങ്ങനെയാന്ന്. നമ്മുടെ വെസ്റ്റ് എൻഡ് ലാബിലാണ് കാണിക്കുന്നത്. അവിടെ റിമ്രു ഗാബിറോനോട് ചോദിക്കുന്നതാണ് നിനക്ക് മിലീന്റെ അടി കൊണ്ടിട്ട് എല്ലാറ്റും ഒടിഞ്ഞോന്ന്. അവിടെ ഗാബിർ പറയുന്ന ഇല്ല, അതൊന്നും കുഴപ്പമില്ലാന്ന്. പിന്നീട് വെസ്റ്റ് പറയുന്നതാണ് ഞാനൊരു കമ്മ്യൂണിക്കേഷൻ ക്രിസ്റ്റൽ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിന്റെ കാര്യം ഞാൻ കിങ്ങിനെ അറിയിച്ചിട്ടുണ്ട്, ലോർഡ് മിലീനെ അറ്റാക്ക് ചെയ്ത കാര്യവും ഞാൻ പറഞ്ഞിരുന്നു. പിന്നീട് ഗാബിറാണ് പറയുന്നത്. ഗാബിർ പറയുന്നതാണ് ഈ റിമ്രു സാമേന്റെ പോർഷൻ വളരെയധികം 99% ഹീൽ ചെയ്യുന്ന. ഇവിടെ നമ്മുടെ വെസ്റ്റ് പറയുന്ന അതെ ഈ ഞാൻ അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ്. അത് ഞാൻ ഡോർഫ് കേന്ദ്രത്തിലുള്ള 98% ഉണ്ടാക്കിയിട്ടുള്ളൂ, പക്ഷെ ഇപ്പൊ ഞാൻ 99% ഉള്ള ഉണ്ടാക്കി കഴിഞ്ഞെന്ന്. എന്നിട്ട് റിമ്രു അത് നോക്കുന്നതാണ് കാണിക്കുന്നത്. റിമ്രു ഗ്രേറ്റ് സൈസ് വെച്ചിട്ട് അതിനെ ഒന്ന് മൊത്തത്തിൽ സ്കാൻ ചെയ്യുന്നതാണ്. ഗ്രേറ്റ് സൈസ് എന്നിട്ട് പറയുന്നതാണ് സാധാരണ രീതിയിൽ റിമ്രുവിന്റെ പോർഷൻ ഈ പോർഷനും തമ്മിൽ നല്ല സിമിലാരിറ്റീസ് ഉണ്ട്, രണ്ടും ഒന്ന് തന്നെ സെയിം ആണ്. അവിടെ റെസ്റ്റേനോട് റിമ്രു പറയുന്നതാണ് കൺഗ്രാറ്റുലേഷൻസ്, അവിടെ എല്ലാവരും കൺഗ്രാറ്റ്സ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. കൈസനും പറയുന്നുണ്ട് നീ എന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ച നീ ചെയ്തെന്ന്. അപ്പോൾ അത് കേട്ട് വെസ്റ്റേൻ പറയുന്ന അതെ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്ന് കണ്ണേറിഞ്ഞിട്ട് പറയുന്നതാണ്. ഇതെല്ലാം നടക്കാൻ കാരണം റിമ്രു ആണ്. അപ്പോൾ റിമ്രു പറയുന്നത് അങ്ങനെ തന്നെ പൊക്കല്ലേന്ന്. സത്യം പറഞ്ഞാൽ ഇത് മാർക്കറ്റ് ഇറങ്ങിയാൽ വളരെയധികം പ്രോഫിറ്റ് ആവുന്നു. അവിടെ വെസ്റ്റ് ഇത് കേട്ട് പറയുന്നതാണ് ഇത് ഭയങ്കര ഡേഞ്ചർ ആയിരിക്കും വെസ്റ്റ് പറയുന്നത്. കാരണം ഇത് ഒരു ഹ്യൂമണ് ഹാംലെസ് ആക്കുന്നതാണ്. ഒരു പരിക്ക് പറ്റിയാൽ അവർക്ക് പെട്ടെന്ന് തന്നെ ഹീൽ ചെയ്യാൻ പറ്റും. ഇത് പുറത്ത് സൊസൈറ്റിയിൽ ഇറങ്ങിയാൽ വളരെയധികം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് അങ്ങനെ ക്വാണ്ടിറ്റിയിൽ ഇറക്കാൻ പാടില്ല എന്ന് റിമ്രു പറയുന്നതാണ്. എന്നാൽ പിന്നെ ഇതിനെ ചെറിയ ചെറിയ ബോട്ടിൽസ് ആയിട്ട് വിറ്റോന്ന്, കാരണം നമ്മുടെ എക്കണോമി കുറച്ച് ഗ്രോ ആകാൻ. എന്നിട്ട് പറഞ്ഞു പിന്നീട് കാണിക്കുന്നത് ഒരു സ്ഥലത്ത് ഒരു സ്ഫോടനാണ്. അവിടെ അങ്ങോട്ടേക്ക് റിമ്രു എന്ത് ചെയ്ത് പറന്നു പോകുന്നതാണ് കാണിക്കുന്നത്. റിമ്രു എന്തിക്കാണ് വില്ലേജ് ഇത്രയും വലിയ ബ്ലാസ്റ്റിൽ ആര് കാരണമായിരിക്കും ഉണ്ടാകുന്നതെന്ന്. പിന്നീട് റിമ്രു ആ തിരക്കെല്ലാം കണ്ട് അതിന്റെ ഇടയിൽ കൂടി പോകുമ്പോൾ നമ്മുടെ സൂയിനെ കാണുന്നത്. സൂയി പറയുന്നതാണ് ഇവിടെ കുറച്ച് അതിഥികൾ വന്നതിനും അവര് നമ്മുടെ മിലീനെ ദേഷ്യം പിടിപ്പിച്ചതെന്ന്. പിന്നീട് നമ്മൾ റീഗുഡാണ് കാണിക്കുന്നത്. റീഗുഡ് കുഞ്ഞിന്റെ പറയുന്നതാണ് സോറി. റിമ്രു പറയുന്നതാണ് നീ ഇഞ്ചേർഡ് ഒന്നും അല്ലല്ലോ എന്ന്. അത് കേട്ട് റീഗുഡ് എണീച്ചോക്കും അവന്റെ ഒരു മുഖത്തിന്റെ പകുതി തന്നെയില്ല. അത് കണ്ട് സ്ലൈം അങ്ങോട്ടേക്ക് എന്ന് അവന്റെ ഹീലിംഗ് പോർഷൻ ഇട്ടിട്ട് മൊത്തം ഹീൽ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഒരുത്തൻ നിലത്ത് ബോധം കെട്ട് കടന്നിട്ടുള്ള മിലീനാണ് അതിന്റെ നേർക്ക് വെക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കണ്ടപ്പോ സ്ലൈമിന് കാര്യം മനസ്സിലായി ഓനെ മിലീനായിരിക്കും അടിച്ചിട്ടേന്ന്. പിന്നീട് റിമ്രു അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ മിലീൻ അങ്ങോട്ടേക്ക് ഓടിച്ചെല്ലുന്നതാണ് കാണിക്കുന്നത്. ടീം പറയുന്നത് ഞാൻ വില്ലേജിനെ രക്ഷിക്കാൻ ശ്രമിച്ചു, ഇവ ഹാം ചെയ്തെന്ന്. എന്നിട്ട് പാസ്റ്റ് കാണിക്കുന്നതാണ്. വന്നിട്ട് പറയുന്നതാണ് ഞാനാണ് ബീസ്റ്റ് കിങ്ങിന്റെ റൈറ്റ് ഹാൻഡ്. ആരൊക്കെയാണ് ഈ ഫോറസ്റ്റിൽ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുന്നതാണ്. അത് കണ്ടിട്ട് നമ്മുടെ റീഗുഡിനെ ഓനെ അടിക്കുന്നതാണ് കാണിക്കുന്നത്. അതിനുശേഷം നമ്മുടെ മിലീന്റെ ഓറയാണ് അണ്ണോ. മിലീന്റെ ഓറ കണ്ടിട്ട് ഓൻ ഞെട്ടിപ്പോയി. ഇവിടെ ടീമുള്ളോട് മിലീൻ എന്ത് ചെയ്യുന്നതെന്ന്. മിലീൻ ഓടി വന്നിട്ട് നീ എന്റെ കൂട്ടുകാരന്റെ വില്ലേജ് നശിപ്പിക്കുന്ന ആടാന്ന് പറഞ്ഞിട്ട് ഒരടി കൊടുത്തു. ഇതാണ് സംഭവിച്ചത്. അതുകൊണ്ട് നമ്മുടെ റിമ്രുവിന് മനസ്സിലായി ഇതായിരിക്കും സംഭവിച്ചതെന്ന്. ഇതിനെല്ലാം ഞാൻ അവളെ കൺഗ്രാറ്റ്സ് ചെയ്യണമായിരിക്കും. എന്ത് പറഞ്ഞാൽ ഞാൻ കുറച്ചും കൂടി ലേറ്റ് ആയിട്ടാണ് ഓനെ മരിച്ചു പോയനു. പിന്നെ പറഞ്ഞ റിമ്രു നീ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, എന്റെ അനുവാദം ഇല്ലാണ്ട് നീ വില്ലേജിൽ ഇങ്ങനത്തെ പണിയൊന്നും കാണിച്ചു വെക്കല്ല. ഞാൻ എന്നോട് പറഞ്ഞല്ലേ. അവിടെ മിലിയും പാവത്തെ പോലത്തെ ഫേസ് വെച്ചിട്ട് ഇതെങ്ങനെ കൗണ്ടാവും? ഇത് കൗണ്ടാവൂല, കാരണം ഇവൻ പുറത്തു നിന്നിട്ട് നമ്മുടെ വില്ലേജിനെ അറ്റാക്ക് ചെയ്തത്. അന്നേരമാണ് ഞാൻ അറ്റാക്ക് ചെയ്തത്. അവിടെ റിമ്രു പറഞ്ഞാൽ ഇല്ല ഇത് കൗണ്ടാകും. നിനക്ക് ഇത്രയും ചെയ്ത് നീ നമ്മുടെ റീഗുഡിയനെ രക്ഷപ്പെടുത്തിയോണ്ട് നിന്റെ ഇന്നത്തെ ലഞ്ച് മാത്രമേ പോകൂ. മറ്റവനെ കുലിക്കില്ലേടാ നീ കാരണം എന്റെ ലഞ്ച് പോയടാ ദുഷ്ടാ. പിന്നീട് മിലീനെ ഒരു ബിസ്ക്കറ്റും കൊടുത്ത് അവിടെ എത്തിയാണ് കാണിക്കുന്നത്. കാരണം അവിടെ എത്തിയില്ലെങ്കിൽ ഓള് വേറെയും കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതിനുശേഷം നമ്മുടെ ബീറ്റ്സ് കിങ്ങിന്റെ റൈറ്റ് ഹാൻഡാണ് കാണിക്കുന്നത്. ഓൻ പറയുന്നതാണ് ഫോറസ്റ്റിൽ കുറെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഞാൻ ഇതെല്ലാം സ്ലൈമിനോട് എന്ത് പറയണം? അതുകൊണ്ട് ബാക്കി എല്ലാവർക്കും ദേഷ്യം വരുന്നതാണ്. സ്ലൈം പറയുന്നതാണ് ഞാൻ നിന്റെ ഇൻഫർമേഷന് വേണ്ടി പറഞ്ഞുതരാം, കാണുമ്പോൾ സാധാ സ്ലൈം പോലെ തോന്നും, പക്ഷെ എന്നെക്കാട്ടും പവർഫുള്ളാണ് ഞാൻ. അതുകൊണ്ട് മറ്റു പറയുന്നതാണ് എന്ത് നീ എന്നെക്കാട്ടും പവർഫുള്ളാ, തമാശ പറയല്ലേ. ഇവിടെ ഉള്ളവരെല്ലോ സ്ലൈമിന്റെ വാക്ക് കേൾക്കുന്നത്. അവിടെ നമ്മുടെ മിലീൻ എന്തെല്ലോ പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ സ്ലൈം പറയുന്നത് നിനക്ക് ഡിന്നർ വേണമെങ്കിൽ മിണ്ടാണ്ടിരിക്കുന്നത്.
നമ്മുടെ സ്ലൈമർ എന്നാണ് ഈ അസൂറ ഫോറസ്റ്റിന്റെ ചെയിൻസിലറാണ് ഞാൻ, പിന്നെ ഓർക്ലോഡിനെ ഞാൻ തന്നെയാണ് കൊന്നത് എന്ന്. അത് കേട്ട് മറ്റവൻ പറയുന്നതാണ്, എന്ത് ഒരു സ്ലൈമായിട്ട് നീ ഓർക്ലോഡിനെ കൊന്നെന്നോ, എന്താ ഭ്രാന്താന്ന് എഴുതി. അതായിട്ട് മിലീന്ന് നോക്കുന്നതാണ്, അവളുടെ ഓറ പുറത്തേക്ക് വിടുന്നതാണ്. അത് കഴിഞ്ഞിട്ട് മറ്റവൻ എന്തോ ഭയങ്കര ബാഡ് ഫീലിംഗ്. റിംറു പറയുന്നതാണ്, നീ ഇവിടെ നിൽക്കണ്ട, ഇനി പോയിക്കോ, നിന്റെ മാസ്റ്ററിനോട് ഡയറക്റ്റ് വന്ന് സംസാരിക്കാൻ പറയാൻ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ. ഓൻ പറയുന്നതാണ്, ഞാൻ നിന്നെ നോക്കിക്കോളൂടാന്ന്. പിന്നീട് റിംറു മിലീൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നതാണ്, നീ സത്യമല്ല ഇപ്പം പറയണമെന്ന്. അവിടെ മിലീൻ പറഞ്ഞു, സോറി എനിക്കിപ്പോ ആ സീക്രട്ട് പറയാൻ പറ്റില്ല. അവിടെ റിംറു പറയുന്ന, അപ്പൊ സീക്രട്ട് എല്ലാം ഉണ്ടല്ലേ. റിംറു പറയുന്നതാണ്, ഓ നമ്മളെ ഫ്രണ്ട്ഷിപ്പിനെക്കാട്ടും വലിയ സീക്രട്ട് എല്ലാം ഉണ്ടല്ലേ. ഓ അന്ന് പറയാൻ പറ്റൂലല്ലേ നമ്മളോട്. പക്ഷെ പ്രശ്നം എന്താ വെച്ചാല് ഞാൻ നിന്റെ സീക്രട്ട് അറിയാണ്ട് ഇടപെട്ട് പോയിട്ടുണ്ടെങ്കിലോ, അതുകൊണ്ട് ഈ സീക്രട്ട് പറഞ്ഞാൽ ഞാൻ ഇടപെടൂല. പൊട്ടത്തിയാണെങ്കിൽ അത് കേട്ടിട്ട് ഓക്കെ 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 ഞാൻ പറഞ്ഞുതരാം, നീ സീക്രട്ടിൽ ഇടപെടറ്. ഡീമൺ ലോഡ്സ് കുറേ ഉണ്ട്. ആ ഡീമൺ ലോഡ്സ് എല്ലാവരും കൂടി ഒരു ഇര പോലെ ഇട്ട് കൊടുക്കുകയാണ് ഈ ലാപ്ലസിനെ ചെയ്തത്. കാരണം അവിടെ പ്രശ്നം ഉണ്ടാക്കിയ എല്ലാ ഡീമൺ ലോഡ്സ് ആണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, അതുകൊണ്ടാണ് ഞാൻ അവരെ ഒപ്പം നിന്ന ഈ കളിയിൽ. ഇവളൊരു കുട്ടികളെ പോലെ മനസ്സാണ്, പക്ഷെ അവരെ ശരിക്കുള്ള മോട്ടീവ് എന്തായിരിക്കും? അസൂറ ഫോറസ്റ്റിന്റെ സൈഡിലുള്ള 2 കിങ്ഡം വരുന്നുണ്ട്, അവരായിട്ട് എനിക്ക് ട്രേഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് നമ്മുടെ റിംറു പറയുന്നതാണ്. കുറേ ആൾക്കാർ അതേ ഫോറസ്റ്റിൽ കൂടി പോകുന്നതാണ് കാണിക്കുന്നത്. അന്നേരം അതിലൊരാൾ പറയുന്നതാണ്, എന്തോ പ്രശ്നമുണ്ട് സാർ. അപ്പോൾ മറ്റവൻ പറയുന്നതാണ്, ലീഡർ അത് എന്റെ സ്കില്ല് വെച്ച് കാണുന്നുണ്ട്, കുറെ ആൾക്കാർ ട്രാപ്പായി കിടക്കുന്നുണ്ട്, ഒരു ബീസ്റ്റും ഉണ്ട് അവിടെ, ഇപ്പൊ നമ്മുടെ നേരെയാണ് വരുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ആൾക്കാരെയാണ് കാണിക്കുന്നത്. നമ്മുടെ ആദ്യം പറഞ്ഞ ആ ചെക്കന്മാരല്ല, ചെക്കനും പെണ്ണല്ല, അവര് തന്നെ. ഇവരെല്ലാവരും ഒരു ഫോർമേഷനായി നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അത് ലീഡർ മറ്റവനോട് പറയുന്നതാണ്, ഇവിടെ നടക്കുന്നതിന്റെ എല്ലാ ഉത്തരവാദിത്വവും നീ തന്നെ ഏറ്റെടുക്കണമെന്ന്. അതിനുശേഷം അറ്റാക്ക് ചെയ്യാൻ നിൽക്കുന്നതാണ്. അന്നേരം അവിടെ ഗോപ്ത വന്നിട്ട്, കെവിൽ നീ എന്താ ഇവിടെയെന്ന്. പക്ഷെ ഈ ബീസ്റ്റ് അഥവാ ഇത് എന്റേതാണ് എന്ന് പറഞ്ഞിട്ട് അവൻ നമ്മുടെ ഗോപ്ത അതിന്റെ നേർക്ക് പോയിട്ട് പെട്ടെന്ന് തന്നെ അതിനെ മറിച്ചിടുന്നതാണ്, കൊന്നു കളഞ്ഞ്. ഇത് കണ്ടിട്ട് ബാക്കി എല്ലാവരും ഞെട്ടിയിട്ട് എന്താ ഇവിടെ സംഭവിച്ചേ. പിന്നീട് ഗോപ്ത പറയുന്നതാണ്, നിങ്ങളും നമ്മളെ വില്ലേജിലേക്ക് ഡിന്നറിന് ഇൻവൈറ്റഡ് ആണ്. ഒരു വലിയ ചട്ടിയിൽ ഞണ്ട് കറി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളേ. നമ്മുടെ മിലീനാണ് ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. ഇവള് ഭയങ്കര കൊതിച്ച് തന്നെ. സ്ലൈമർ എന്താ കാര്യം എന്ന് വെച്ചാൽ പറയുന്നത്. അപ്പോൾ അതിലൊരുത്തം പറയുന്നത്, നീ ഒരു സ്ലൈമോ അല്ലെ, ശരിക്കും ലീഡർ സ്ലൈമ തന്നെയാ, ഞാൻ വിശ്വസിച്ചില്ലേനു. ലെവല് പറയുന്നതാണ്, ഈ ബാക്കിയുള്ളവരാരൊക്കെയാന്ന് കേട്ട് റിംറു പരിചയപ്പെടുത്തുന്നത് ബെനിമാറു, സൂയി, ഷോൺ, പിന്നെ ഷൂനയും. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം മിലീനാണ് ഫുഡ് കഴിച്ചെത്തിയത്. അപ്പോഴും പറയുന്നതാണ്, ഇത് മിലീൻ ഡീമൺ ലോഡ്. അപ്പോൾ അത് ശരിക്കും ഡീമൺ ലോഡ് മിനിയോ. എൽമെന്റ് ഓഫ് എൽമോത്തിലെ ആൾക്കാരെല്ലാവരും കൂടി ഇവിടെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനാണ് വന്നതെന്നാണ് പറയുന്നത്. ഇവിടുത്തെ ആൾക്കാർ നമുക്ക് വലിയൊരു പ്രശ്നമാണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന്. ഇതിൽ ഇൻവെസ്റ്റിഗേറ്റർ പറയുന്നതാണ്, ഈ സ്ലൈം എന്നേ നമ്മളോട് ഇക്കാര്യം പറയുന്നതെന്ന്. എന്നിട്ട് ഷോൺ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്, പറഞ്ഞു ഒന്നും കൂടി ആവർത്തിച്ചെന്ന് നിന്റെ തല ഞാൻ വെട്ടുന്നു. ശരിക്കും നിങ്ങൾ ആരും തമാശ പറയല്ലേ, ഇതാണോ സ്ലൈമാണോ ശരിക്കും ലീഡർ? അത് കേട്ട് ഷോൺ ഒരു അടി കൊടുക്കുന്നതാണ് കവർ വെച്ചിട്ട്. അത് കവറുള്ളതുകൊണ്ടോ രക്ഷപ്പെട്ട്. അവിടെ നമ്മുടെ മിലിയും ചിരിച്ചോണ്ട് പറയുന്നത്, ഞാൻ നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ അവന് കൊടുക്കുമായിരുന്നു. നമ്മുടെ റിംറു അവരോട് എല്ലാവരോടും പറയുന്നതാണ്, നമ്മൾ ഹ്യൂമൻസിനെ ഒന്നും അറ്റാക്ക് ചെയ്യില്ല. പിന്നെ നിങ്ങളെല്ലാവരും റേവൻ കിങ്ഡത്തിനെ കുറിച്ച് കേട്ടാണല്ലോ, അവിടുത്തെ കിങ്ങും ഞാനും തമ്മിൽ അലയൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പൊ നമ്മള് ഫ്രണ്ട്സ്. അവിടെ ആ ടൈമിൽ നമ്മുടെ വെസ്റ്റേൺ എൻട്രി ആണ്. അപ്പോൾ ഇൻവെസ്റ്റിഗേറ്റർ പറയുന്നത്, വെസ്റ്റാ നീ എന്താ ഇവിടെയെന്ന്. അവിടെ വെസ്റ്റേൺ പറയുന്നതാണ്, ഇവരായിട്ട് ട്രേഡ് നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്, അത് കാരണമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നതെന്ന്. സമൂഹത്തിലെ ആള് പറയുന്നതാണ്, എനിക്ക് വിശ്വാസമാകുന്നില്ല, ഒരു ഡീമൺ കിങ്ഡായിട്ട് നമ്മുടെ ഹ്യൂമൻ കിങ്ഡോ ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്തെന്നോ. നമ്മുടെ റിംറു ചോദിക്കുന്നതാണ്, നിങ്ങൾ കേട്ടിനോ ഒരു സ്ലൈമ് ഓർക്ലോഡിനെ കൊന്ന കാര്യം? അപ്പോൾ നിനക്കെങ്ങനെ അറിയാൻ ചോദിക്കുന്നത്. അപ്പോൾ റിംറു പറയുന്നതാണ്, ആ ഓർക്ലോഡിനെ ഞാൻ തന്നെയാണ് കൊന്നത്, ആ സ്ലൈം ഞാനാണ്. നമ്മുടെ സ്ലൈം പറയുന്നതാണ്, എൻ്റെ അടുക്കൊരു ഓഫർ ഉണ്ട്, നമ്മൾ തമ്മിൽ നല്ലൊരു അലയൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അത് കാരണം ഒന്ന്. അപ്പോൾ നമ്മുടെ മറ്റവൻ ചോദിക്കുന്നതാണ്, നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. നമ്മൾ മോൺസ്റ്റേഴ്സിനെ ആരും വിശ്വസിക്കില്ലാണ്ട് റിംറു പറയുന്നത്. എന്നിട്ട് പറഞ്ഞത്, ഡാ എന്നോട് കാര്യം പറയാണ്ടെന്ന്. അത് മര്യാദ കേൾക്കുന്നുണ്ടോ ഷോൺ നോക്കുന്നതാണ്. അതൊക്കെ ഷോണിന്റെ ഓട്ടം കണ്ടിട്ട് അവൻ പേടിച്ചിട്ട് അതെ പറഞ്ഞു. അപ്പോൾ റിംറു പറയുന്നതാണ്, നീ ഒരു കാര്യം ചെയ്യ്, എല്ലാവരോടും പറ നീയാണ് ആ ഓർക്ലോഡിനെ കൊന്നതെന്ന്, നമ്മളെ വില്ലേജിലുള്ള ഡീമൺസ് ആണ് നിങ്ങളെ സഹായിച്ചതെന്ന്. ഇത് കേട്ട് ബാക്കിയെല്ലാവരും ഞെട്ടി, നീ എന്താ ഉദ്ദേശിക്കുന്ന പറയാൻ? ഈ കാര്യം എല്ലാവരുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് നമ്മളിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാവും, ഹ്യൂമൻസിനെ എല്ലാ ഡീമൺസ് ഒന്നും അറ്റാക്ക് ചെയ്യില്ല എന്ന്. പിന്നീട് രാത്രി ആകുന്ന സമയത്ത് ആ ഹീറോ ഞാൻ പറഞ്ഞ ചെക്കനും പിന്നെ സ്ലൈം അങ്ങോട്ട് കയറ്റി കയറാന്നാണ്. നീ എന്താ ചിന്തിച്ചാ, നീ അതിന് സമ്മതിച്ചോന്ന്. റിംറു, നിനക്കറിയോ ഈ വില്ലേജ് അത്രയും ബ്യൂട്ടിഫുൾ ആണ്, കാരണം ഇവിടെ ഡീമൺസും ഹ്യൂമൻസും ഒരുമിച്ചാണ് നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതൊരു മിറാക്കിൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നിൽ വിശ്വാസമാണ്, നീയാണ് എന്റെ മാസ്റ്റർ, എനിക്ക് സമ്മതമാണ്.
പിന്നീട് ഡീമൺ ലോർഡ് ക്ലെയ്മണെയാണ് കാണിക്കുന്നത്. അവന്റെ അടുത്തേക്ക് അവന്റെ അസിസ്റ്റന്റ് വരുന്നതാണ്. അസിസ്റ്റന്റ് പറയുന്നതാണ് എല്ലാ ഡീമൺ ലോർഡും അവനോട് ഇൻട്രസ്റ്റ് കാണിച്ചു തുടങ്ങിയെന്ന്. നീ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഡീമൺ ലോർഡ് ചോദിക്കുന്നതാണ്. ക്ലൈമിനെയാണോ നീ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ മാസ്കോ പറയുന്നതാണ് അതെ അതെ, കാരണം ആ ബിസ്കിങ് പോലും അവന്റെ അസിസ്റ്റന്റിനെ അങ്ങോട്ടേക്ക് വിട്ടേനെന്ന്. ക്ലൈമൻ പറയുന്നതാണ് അതെല്ലാം വിട്, ഞാൻ നിന്നെ എന്ത് കാര്യത്തിലാണോ വിട്ടത് ആ കാര്യം നീ ചെയ്തോന്ന്. മാസ്കോ പറയുന്നതാണ് തീർച്ചയായിട്ടും ഞാൻ ആ കാര്യം ചെയ്തിട്ടാണ് അതിന്റെ ഇൻഫർമേഷൻ ഉണ്ട്. ആ ഫ്രേ ഡീമൺ ലോർഡ് ആ ഒരു ഗുഹക്കുള്ളിൽ വളരെ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അവിടെ കണ്ട എന്താ അറിയുമോ? ഒരു ഏൻഷ്യന്റ് മോൺസ്റ്റർ ക്രാബിറ്റീസ് ആണ് അവിടെ ഉള്ളത്. ഒരു ഡീമൺ ലോർഡിന്റെ അത്രയും പവറുള്ള എന്ത് അവിടെ ക്രാബിറ്റീസ് ആണോ ഉള്ളതെന്ന് നമ്മുടെ ഡീമൺ ലോർഡ് പറയുന്നതാണ്. ക്രാബിറ്റീസ് എന്നത് വളരെ വലുതും വളരെയധികം പവർഫുൾ ഉള്ള സാധനം, ഒരു ഡീമൺ ലോർഡിന്റെ അത്ര തന്നെ പവറുള്ള. എന്നിട്ട് ക്ലൈമൻ പറയുന്നതാണ് എന്റെ ആഗ്രഹം എന്താ വെച്ചാൽ നീ ഈ ക്രാബിറ്റീസിനെ കുറിച്ച് കുറച്ചും കൂടി ഇൻഫർമേഷൻസ് ലെവലിലേക്ക് ചെന്നിട്ട് നോക്കണമെന്ന്. എല്ലാ കാര്യവും എനിക്ക് വിട്ടേന്ന് പറഞ്ഞിട്ട് ആ ജോക്കറിന്റെ മാസ്ക് ഇട്ടുകൾ താഴേക്ക് പോകുന്നതാണ്. ഇഷ്ടപ്പെടുന്ന ഡീമൺ ലോർഡ് ക്ലൈമൺ പറയുന്നതാണ് ഇനി ആ സ്ലൈമിനെക്കാട്ടി മുമ്പേ ക്രാബിറ്റീസിനെ എനിക്ക് കാണണം. വീഡിയോസ് ഇങ്ങനെ ലേറ്റ് ആയി വരുന്നതുകൊണ്ട് മുമ്പേ ഉള്ള കാര്യങ്ങൾ മറന്നു പോകാൻ സാധ്യതയുണ്ട് അല്ലേ? ഓക്കെ ദെൻ ബൈ.